ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. എന്താണെന്നറിയില്ല, ചില ദിവസം അങ്ങനെയാണല്ലോ, എന്തിനാന്നറിയില്ല. ചില ദിവസം ഭയങ്കര സന്തോഷമുണ്ടാവും, ഒരു കാര്യമില്ലാതെ ചില ദിവസം സങ്കടം ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? എനിക്കുണ്ടാവാറുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിലേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയാം നീ ഭയങ്കര സൈലൻ്റാണ്. ആക്ച്വലി ഞാൻ സൈലൻ്റ് ആയിപ്പോയതാണ് കേട്ടോ. എനിക്കെന്നെ അറിയില്ല ഞാൻ എങ്ങനെ സൈലൻ്റ് ആയിപ്പോയത്. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ മാറിപ്പോയി. അങ്ങനെ മാറിയാണ് ഇപ്പോഴത്തെ ഞാനായത്. അത് കുറേ കാര്യങ്ങളുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ശരിക്കും കുറേ പേരുണ്ടാവില്ലേ ഇങ്ങനെ. ചില ആൾക്കാർ ആദ്യം ഇൻട്രോവേർട്ടായിരിക്കും, പിന്നെ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒന്ന് ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ പെട്ടെന്ന് കമ്പനിയാവും. പക്ഷെ ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ കുറച്ച് കമ്പനിയാവാൻ ടൈം എടുക്കും. അപ്പം ഞാനെന്താവും, അങ്ങനെ ഒരു സ്ഥലത്തിരിക്കും, ഞാനവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഭയങ്കര സൈലൻ്റാണ് അൻസിബ. എനിക്ക് തോന്നുന്നത് ഗ്രാജുവലി ഉള്ളൊരു മാറ്റമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു അതെന്തുകൊണ്ടായിരിക്കും മാറ്റം വന്നത്. അപ്പോൾ കുറേ പാസ്റ്റിലുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ആലോചിക്കുമല്ലോ. ആലോചിച്ച് ഞാനിങ്ങനെ കണ്ടെത്താൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. എനിക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. അവരൊക്കെ അവരുടെ റീസൺസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്കറിയാൻ പറ്റുമല്ലോ ഓരോരുത്തരുടെയും ആ ഒരു വ്യത്യാസത്തിനുള്ള ഒരു കാരണം എന്താണെന്ന്. ചിലർ ചിലപ്പോൾ ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല എന്തായിരിക്കും റീസൺ എന്ന്. ഞാൻ സത്യമായിട്ടും ആലോചിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഇന്നലെ അനിയനുമായിട്ട് ഭയങ്കര തമാശയും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തോട്ട് വന്നു, എന്തുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ അല്ലാത്തതെന്ന്. കാരണം ഞാനിങ്ങനെ ആയിരുന്നു പണ്ട്. അല്ലെങ്കിൽ എനിക്ക് 3 അനിയന്മാർ, ഒരു അനിയത്തി ഒക്കെ ആയതുകൊണ്ട് ഞാൻ ശരിക്കും ഒരു സെക്കൻഡ് മദർ പോലെയായിരുന്നു അവർക്ക്. അപ്പോൾ അവരെ കൂടെ ഫുൾ കളി, അവരെ കൂടെ ഫുൾ ടൈം ഞാൻ അവരെ കൂടെ തന്നെ ഇരുന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഞാൻ പിന്നെ ഗ്രാജുവലിയാണ് ഒരു മാറ്റം വന്നത്. അത് എനിക്ക് തോന്നുന്നത് നമ്മളെവിടെയെങ്കിലുമൊക്കെ വീക്കാവുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയി പോവില്ലേ. എന്തെങ്കിലും ഒരു വീക്ക് സാധനം വന്നിട്ടുണ്ടാവും ലൈഫിൽ, എന്തെങ്കിലും ഒരു നെഗറ്റീവ്. ചിലപ്പോൾ ഭയങ്കര വലുതായിട്ട് അന്ന് തോന്നിയിട്ടുണ്ടാവാം, ഇപ്പോൾ തോന്നണമെന്നുമില്ല.